ഉറപ്പിച്ച് പറഞ്ഞതും അത് തന്നെയാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. കർത്താവിന്റെ അനന്തമായ സ്നേഹത്താൽ, അവിടുത്തെ വലിയ കരുണയാൽ ഈ സുവിശേഷം ഇന്നും ലോകമെങ്ങും പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ 1930-38 കാലയളവില് പോളണ്ടില് ഒരു സന്യാസിനിയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്ന കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനേകം വെളിപ്പെടുത്തലുകൾ നൽകുകയുണ്ടായി. ഈശോ പറഞ്ഞു, ദൈവകരുണയുടെ ആഴമേറിയ സന്ദേശങ്ങൾ നൽകുന്നതിലൂടെ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: എന്റെ രണ്ടാമത്തെ വരവിന് മുൻപായി നീ ലോകത്തെ ഒരുക്കണം. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു. എന്നാൽ ഇപ്പോൾ നീ എന്റെ പുത്രന്റെ കരുണയെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ പുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കണം. നീ ഇത് പറയുന്നില്ലെങ്കിൽ അവസാന വിധി ദിവസം അനേകം ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധയോട് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ മറ്റൊരിക്കൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം വരയ്ക്കണം. ഈശോ പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം വരയ്ക്കണം. അതനുസരിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റീന യൂജിൻ കസിമിറോവ്സ്കി എന്ന ചിത്രകാരനിലൂടെ വരപ്പിച്ച ആ അത്ഭുതകരമായ ഛായാചിത്രമാണ് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. അതിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന 2 പ്രകാശരശ്മികൾ അത് മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന, അവിടുത്തെ തിരുരക്തത്തെയും എല്ലാ മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്ന തിരുജലത്തെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഈശോ തന്റെ ശിഷ്യ സമൂഹത്തോട്